ഹലോ സർ ABCDയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൈക്കില്ലാണ്ടാണ് സംസാരിക്കുന്നത്. സൗണ്ട് എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പിലൊരു വീഡിയോ കിട്ടിയതാണ്. അപ്പോൾ അതിങ്ങനെ 2-3 പ്രാവശ്യം എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്നാൽ യൂട്യൂബിലിടുകയാണെങ്കിൽ അവർക്കതൊരു ഹെൽപ്പ് ആവട്ടെ വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ അത്രയും വളരെ മോശമാണ്. വയസ്സായവരാണ്. ഒരു മോളുള്ളത് വയ്യ, അതിനെന്തോ അസുഖമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിലാണെങ്കിൽ അവരുടെ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിളിച്ച് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. അക്കൗണ്ട് നമ്പർ ഉണ്ട്. അത് അവരുടെ തന്നെയാണ്. ക്ലിയർ ചെയ്തിട്ട് പൈസ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 10 രൂപ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് വലിയൊരു ഹെൽപ്പാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് നോക്കണേ. അതിന് ശേഷം അവർക്ക് 10 രൂപ വെച്ചിട്ട് എല്ലാവരും ഇടുകയാണെങ്കിൽ നമ്മളൊരു ചായയുടെ പൈസയല്ലേ ഉള്ളൂ. ഒരു 50 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ അവർക്കത് ഓരോ ദിവസത്തെയും ചിലവിനുള്ളതായില്ലേ. അവർ ചിലവിന് പോലും ഇല്ലാണ്ടാണ് അവരിയ്ക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. നമസ്കാരം, എൻ്റെ പേര് സരസ്വതിയാണ്. ഞാൻ കോണിക്കയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി ശ്വേതയാണ്, മൂത്ത കുട്ടിയാണ്. ഈ കുട്ടിക്ക് 60% MR ആണ്. ഭർത്താവിന് 50% കാഴ്ച കുറവാണ്. ഞങ്ങൾക്ക് വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു. അമ്മായിയമ്മയ്ക്ക് വയ്യാണ്ട് അത് നട്ടല് ക്യാൻസർ വന്നിട്ട് ചികിത്സക്കായിട്ട് ആ വീടൊക്കെ വിൽക്കേണ്ടി വന്നു. പിന്നെ ഇപ്പൊ ഇരിക്കുന്ന വീട് ബാങ്കിന്റെ കടത്തിലാണ്. പിന്നെ ഒരു 6 മാസം മുമ്പ് 19 വയസ്സായ എന്റെ മകൻ അപകടത്തിൽ മരണപ്പെട്ടു. ഇത്ര ദിവസം ഭർത്താവിന്റെ അച്ഛന്റെ പെൻഷൻ കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോയായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വലിയ മാർഗവും കാണുന്നില്ല. ഞങ്ങൾ ബ്രാഹ്മണ കുടുംബത്തിൽ പെറ്റവരാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കാം, പ്രാർത്ഥിക്കാം. കാരണം ഇവർക്ക് ഇപ്പൊ ജീവിക്കാൻ മാർഗമില്ല. നമ്മളെ സംബന്ധിച്ച് ഓരോ ആളുകളും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചാറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളെ സഹായിക്കുന്നുണ്ട്. ആ ഒരു രീതിക്ക് ഇത്രയും ശോഷിച്ചു നിൽക്കുന്ന ഒരു ഫാമിലിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കൈത്താങ്ങ്, അവരുടെ മറ്റേ അക്കൗണ്ട് നമ്പർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അയക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അവർക്ക് തന്നെ അയച്ചു കൊടുക്കാം. ഒരു 50 രൂപ, ഒരു 100 രൂപ, നമ്മളൊരു ദിവസം ചായ കുടിക്കുന്ന പൈസ, നമ്മൾ 10 ദിവസം ഒരു ചായ, നമ്മൾ ഒരു ദിവസം 4-5 ചായ കുടിക്കുന്നതാണ്. ഒരു ചായ നമ്മൾ കുടിച്ചിട്ടാന്ന് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഉള്ളത് ആ ഒരു ശീലത്തിനെ ഒന്ന് കുറയ്ക്കാം. കാരണം എന്താ പറയുക, നമ്മൾ ചെയ്യുന്നൊരു ചാരിറ്റി, നമ്മുടെ തമിഴിൽ ചൊല്ലുന്നുണ്ട്, ധർമ്മം തലേക്കാക്കുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്നൊരു ചാരിറ്റി നമുക്ക് എല്ലാ രീതിയിലും ഉണ്ടാവും. അത് മാത്രമല്ല, ആ ഒരു ഉപകാരത്തിലൂടെ ഈ ഒരു കുടുംബം രക്ഷപ്പെട്ടു പോകും. അവരിപ്പോ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം ഭക്ഷണം, അവർ യാത്ര ചെയ്യാൻ ആകെപ്പാട് വല്ലാത്തൊരു അവസ്ഥയിലാണ് അവരുള്ളത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമുക്കിതിലൊരു സന്തോഷമുണ്ടാവും. പിന്നീട് അവരെ വന്ന് കാണുമ്പോൾ കുഴപ്പമില്ല, അവരുടെ ജീവിത സാഹചര്യം മുന്നോട്ട് പോയെന്നുള്ളത്. അപ്പം എല്ലാവരും സഹകരിക്കുക മാക്സിമം.